സ്വാഗതം. സായന്ന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി ഏഞ്ചൽസിനോടും ആൻസസ്റ്റേഴ്സിനോടും എല്ലാം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ്, എന്താണ് താങ്കളുടെ ആഗ്രഹം ഇപ്പോഴത്തെ എന്നുള്ളതാണ്. വാട്ട് യു ആസ്പയർ ടു ബി എന്നുള്ളത്. രണ്ട് കാർഡ് ചേർന്നതുകൊണ്ട് അത് രണ്ടും എടുക്കാതെ വയ്യ. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്താണ് ഈ സാഹചര്യത്തിൽ താങ്കൾ കാണേണ്ടത് എന്നുമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിട്ടുള്ള രണ്ട് കാർഡുകളാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ദ ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും സ്നേഹങ്ങളും നല്ല ബന്ധങ്ങളും സുസ്ഥിരമായിട്ടുള്ള ബന്ധങ്ങളും അതിലുള്ള ഊഷ്മളതയുമാണ് ഒന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യം എന്ന് വെച്ചാൽ പണ്ട് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാർഡ് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു കാലത്ത് നമുക്ക് നല്ലൊരു സ്നേഹം കിട്ടിയ ഒരു ബന്ധമുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ്, അതേപോലത്തെ ഒരു സ്നേഹം, അല്ലെങ്കിൽ അതിപ്പോഴുള്ള റിലേഷൻഷിപ്പിൽ ഇതാണ് താങ്കളുടെ ആഗ്രഹം എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. രണ്ടാമത് ഞാൻ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളൊരു മൈൻഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളതാണ്. ഓവർ തിങ്കിങ്, അനാലിസിസ്, പാരാലിസിസ്, തലയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താ പറയുക പുകയൊക്കെ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വരുമ്പോൾ ഒരുപാട് നമ്മൾ തന്നെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി താങ്കൾക്ക് തടസ്സമായി നിൽക്കുന്നത് താങ്കളുടെ മനസ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മുൻകാലങ്ങളിലേറ്റ വേദനകളായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസങ്ങളായിരിക്കാം. അപ്പോൾ ഇതൊന്ന് വിശകലനം ചെയ്യാനാണ് ഇന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് നമ്മളെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല എന്നെനിക്കറിയാം. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, കാർഡിൽ കണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇപ്പോൾ താങ്കൾ കാണാത്തത്, അല്ലെങ്കിൽ എന്താണ് കാണേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. വാട്ട് യു നീഡ് ടു സീ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണേണ്ടതെന്ന് പറഞ്ഞത് ദ സോഴ്സ് എന്നുള്ളതാണ്. അതായത് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് ഇതിനെല്ലാം തുടക്കത്തിന് കാരണം, എന്താണ് ആ റൂട്ട് കോസ്, എവിടെ നിന്നാണ് നമുക്ക് ഈ പ്രോബ്ലംസ്, നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ ഇതിലാണോ നിൽക്കുന്നത്, അതിന് കാര്യം. അപ്പോൾ ഇന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത്, ഉറങ്ങുന്നതിന് മുമ്പ് അത് അടുത്ത് ചിന്തിച്ച് നോക്കണം, എവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. ആ സോഴ്സിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പോയി അവിടെ നിന്ന് താങ്കൾക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ മനസ്സിൻ്റെ ഇത് മാറാനും ഇവിടേക്ക് എത്താനും പറ്റും. അപ്പോൾ ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.